ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാമെന്ന് കണ്ടാലോ? ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണേ? 2 ഗോതമ്പിൻ്റെ ദോശ, 1 മുട്ട, പിന്നെ സാമ്പാർ എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് മധുരം ഇടാത്ത കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വയ്യായികകളോ ബോഡി വൈസ് രോഗങ്ങളോ അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 1 ഇയർ ബിഫോർ ഇത്. പക്ഷേ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹെൽത്ത് ഓക്കെയാണ്, അങ്ങനെ ഒരുപാട് ഓവർ തടിയോ കാര്യങ്ങളോ അങ്ങനെ എനിക്ക് വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലാണ് കേട്ടോ ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനും നിയന്ത്രണങ്ങളില്ലാണ്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു ബിഫോർ 1 ഇയർ എനിക്കറിയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ബോഡി ചിലപ്പോൾ നമ്മുടെ ഏജിൻ്റെയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ബട്ട് ഭയങ്കരമായിട്ട് അതായത് നമുക്ക് ഏജായി എന്നൊരു ഫീല് തരുന്ന രീതിയിൽ ഞാൻ മാറി. എന്നുവെച്ചാൽ എനിക്ക് പ്രായമായി എന്നുള്ളൊരു ഏജിലേക്ക് ഞാൻ മാറി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണ വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഇസ്രായേലിലുള്ളവർക്ക് അങ്ങനെ ഒരു വളരെ അപൂർവ ആളുകൾക്കേ ഉള്ളൂ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ജോലി. ബാക്കി ആർക്കും തന്നെ അങ്ങനെ ഹാർഡായിട്ടുള്ള ജോലിയൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ മൊബൈലും നോക്കി നമ്മളിങ്ങനെ ഇരിക്കും, എന്താ പറയുക, ഹെൽത്ത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഞാൻ അങ്ങനെ ആയി. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞൊരു 80 കിലോളം ഞാനുണ്ട്. ഞാൻ മാക്സിമം ചിലപ്പോൾ 2 ദിവസം അത് കണ്ടിന്യൂ ചെയ്യും, 2 ദിവസം കണ്ടിന്യൂ ചെയ്യില്ല, ഡയറ്റ് എടുക്കും. ഭയങ്കര, അതായത് ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാതെ ആയി തുടങ്ങി. ഞാൻ ഇന്നലെ എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിങ്ങിൽ തന്നെ 110 എത്തി. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു 30+ കഴിയുന്നവരൊക്കെ തുടങ്ങി നല്ല ഡയറ്റ്, നല്ല ഫുഡ് അങ്ങനെയൊക്കെ പോവുക. നമുക്ക് ഏജ് ആകും, അത് ഓക്കെ. ബട്ട് നമ്മൾ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നിനും കൊള്ളില്ല. അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ നോക്കട്ടോ. എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.